പറയാറുണ്ട് ജോൺസൺ മാഷിന്റെ പാട്ടും മഴയും ചായ വരും പിക്ചറും. എന്തൊക്കെയാ ഡ്രസ്സിൽ തൂങ്ങി കിടക്കണേ? നല്ല രസമുണ്ട്. ഒന്ന് തിരിഞ്ഞു കാണിച്ചെടുക്ക് മൊത്തം. ഇതല്ലോ എന്തൊക്കെയാ? പൂക്കൾ. പൂക്കളാണല്ലേ? ഞാനൊരു ചെറിയ പ്രശ്നം തരട്ടെ. ആ. പ്രത്യേകിച്ച് ഈ ഡ്രസ്സിന് പറ്റിയ ഒരു പ്രശ്നം. ഒരു ബനാന. ഇതാ ഞാൻ രാവിലെ കഴിച്ചേ. ഒന്നുകൂടെ കഴിച്ചോ? സ്റ്റേജ് വെച്ചാ. കഴിച്ചോ. ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോളാം. കഴിച്ചോ. രസക്കുട്ടിയെ കാണാൻ ഇപ്പൊ ആരെ പോലെ ഉണ്ടെന്നറിയോ? മധുമകള് ബാലവീർ കണ്ടിട്ടുണ്ടോ? ഇല്ല. ബാലവീർ എന്ന് പറഞ്ഞ കാർട്ടൂൺ ഉണ്ട്. അതിന്റെ അകത്തൊരു സൗന്ദര്യ ദേവതയുണ്ട്. അതിനെ പോലെ രസക്കുട്ടീനെ കാണാൻ. ഞാൻ ഒരുപാട് നേരമായിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നത് ഇത് ആരെ പോലെയുണ്ട്. ഇപ്പോഴാണ് പിടികിട്ടിയത്. ക്ലിയോപാട്ര എന്ന് കേട്ടിട്ടുണ്ടോ? വീട്ടിൽ പോയിട്ട് നോക്കണേ. ക്ലിയോപാട്ര ഭയങ്കര സുന്ദരിയാ. അതുപോലെയുണ്ട്. അപ്പഴേ മധുവങ്കലിനെ ഞാൻ കണ്ടേ. ഞാൻ വന്നപ്പോഴാണ് ഞാൻ മധുവങ്കലിനെ കണ്ടേ. അതുവരെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ശ്രദ്ധിക്കാഞ്ഞേ? മധുവങ്കൽ 1 മാസമായിട്ട് ഈ ഫ്ലവേഴ്സ് ടിവിയില് ഇട്ടേച്ചു പോയി. ടൂറിന് എന്താ പാട്ട് പാടാൻ പോവാന്ന് ദിവ്യ ചേച്ചി, പാവം ദിവ്യ ചേച്ചിയുടെ പറ്റിച്ചിട്ട് ടൂറിന് പോയല്ലേ. എന്താ ചെയ്യാ? എല്ലാവരും മധുവങ്കലിനോട് പിണങ്ങിക്കോ. അല്ലെന്താ ദിവ്യ ചേച്ചിന്ന് എന്നെ അങ്കിൾ എന്ന് വിളിക്കണേ എന്താ? ഓ എന്തൊരു വേറെ എന്തൊക്കെ പറഞ്ഞു അതാ നോട്ട് ചെയ്തത്. രണ്ടുപേര് മധുവങ്കലിനോട് പിണങ്ങിക്കോ. പിണങ്ങിക്കോ വേഗം. ആണോ? കൂട്ടിട്ട്. അയ്യോ. അപ്പൊ ഇന്ന് പാട്ട് ഏതാണ്? അമ്മയും നന്മയും ഒന്നാണ്. നല്ല പാട്ടാട്ടോ. മുല്ലനേഴി നീലകണ്ഠൻ നമ്പൂതിരി അദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത്. വലിയ കവിയാണ്, ഗാനരചിതാവാണ്. പിന്നെ നമുക്കറിയാം ജോൺസേട്ടൻ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടാണ് എപ്പോഴും പറയാറുണ്ട് ജോൺസൺ മാഷിന്റെ പാട്ടും മഴയും ചായ വരും പിക്ചറും. ആഡ് ചെയ്താണല്ലേ? ചായ മിച്ചറാണ് ഏറ്റവും ഇഷ്ടം. എപ്പോഴാ വൈകുന്നേരം കഴിക്കാ? വൈകുന്നേരം. പിന്നെ അല്ലാതെ ഉച്ചക്ക് കഴിക്കാൻ പറ്റുമോ? ചോറിന്റെ കൂടെ കഴിക്കാം. ചോറിന്റെ കൂടെ തൈരിന്റെ കൂടെ ഒക്കെ മിക്സർ കഴിക്കാം. അല്ലതാ കൂടി ഒരു കാര്യം ചെയ്യും. ചോറ് എടുക്കുക, അതിനൂടെ നല്ല ചായ ഉണ്ടാക്കി അതിൽ ഒഴിക്കുക, എന്നിട്ട് മിക്സറും കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുക. ഡോക്ടർ ഇത് കഴിച്ചാൽ പല്ലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? അയ്യോ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിക്കാം. ഞങ്ങൾ ഉണ്ടല്ലോ. എന്റെ മമ്മയും ഞാനും എപ്പോഴും അത് തന്നെയാ കഴിക്കുന്നത്. എന്ത് ചോറ് ഇച്ചിരി കുറച്ച് കോമ്പറ്റീഷൻ ഒക്കെ ഇട്ട് നോക്കും ഇങ്ങനെ, അത് നല്ലതാണോ നോക്കാൻ. ഏറ്റവും അടുത്ത് എന്ത് ട്രൈ ചെയ്ത കോമ്പിനേഷൻ എന്താ? ഞാന് ആദ്യം ചായ എടുക്കാം, പഞ്ചസാര ഇടാ, അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ടിട്ട് കുടിക്കുമ്പോ നല്ല കോമ്പിനേഷൻ. ശരിക്കും ചെയ്യാറുണ്ടോ ചേച്ചി? ഇതാണ് ചായ അത് ഞാനിട്ട് നോക്കിയതാ. വീട്ടിൽ പോയി ട്രൈ ചെയ്തത്. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.